ഇന്ന് ഞാൻ ഞങ്ങളുടെ വാർപ്പിൻ്റെ മുകളിൽ നട്ടിരിക്കുന്ന ഒരു കുഞ്ഞു കൃഷിത്തോട്ടമാണ് കേട്ടോ കാണിക്കുന്നത്. കൃഷി എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, അത് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇത് തന്നെ എന്തോ കഷ്ടപ്പെട്ടുണ്ടായതാണ്. ഞങ്ങളുടെ ഇവിടെ എന്ത് നട്ടാലും ഉണ്ടാവാറില്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ മണ്ണ് നിറച്ചിട്ട് വാർപ്പിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചപ്പോൾ പിടിച്ചു വന്നതാണ്. കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ പോലെ പിടിച്ചു വന്നതാണ് കേട്ടോ. ഇതിൽ കൂടുതലും കറ്റാർവാഴയാണ്. ഞങ്ങൾ എന്ത് വളമിട്ട് കൊടുത്താലും ഒന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ വളർന്നു വന്നാലും പെട്ടെന്ന് ചീത്തയായിട്ട് പുഴുക്കേടൊക്കെ വന്നിട്ട് പോവാറുണ്ടായിരുന്നു. ഇതിനിപ്പോൾ മെയിനായിട്ട് ഇട്ട് കൊടുത്തൊരു വളം എന്ന് വെച്ചാൽ, ഈ വാർപ്പിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചു വരിക കിട്ടുന്ന ആ പൂപ്പൽ പായലൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ. ഇതൊന്ന് നന്നായി വന്നത് അതിൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പോൾ അതേ ഇതുമ്പോൾ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഉണ്ടാവാതെ ഉണ്ടായി വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് തീരെ ഉണ്ടാവാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി തുടങ്ങുമ്പോൾ ഇരട്ടി മധുരം പോലെ എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ചീരയാണ് കേട്ടോ. ഇത് കറ്റാർവാഴ പിന്നെ കുറച്ച് ഇപ്പോൾ ഉണ്ടായി വന്നിട്ട്, ഞാൻ കുറേ കാലമായിട്ട് കറ്റാർവാഴ നട്ടിട്ട് കുറേ ചീഞ്ഞു പോവും. എന്നിട്ടിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ ആയി കിട്ടിയത്. ഇത് വെണ്ടത്തൈയാണ്. ഇതുമ്പോൾ ഒരു വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവക്കയുടെ വള്ളിയാണ്. ഇത് പടർന്നു പോയ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിലൊക്കെ മണ്ണ് മാറ്റിയിട്ട് ചാക്കൊക്കെ കയറി പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റണം. ഇവിടേക്ക് മണ്ണ് കയറ്റി കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ തൽക്കാലം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതാ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയും കൂടി ഉണ്ട് കേട്ടോ. ഇതേ നിൽക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുല്ലവള്ളി ഉണ്ട് ഇവിടെ, അതിൻ്റെ ഇടയിൽ കൂടെ വളർന്നു പോയതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നട്ടിട്ട് ഉണ്ടാവാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.